ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്നൊരു കുഞ്ഞിച്ചാളിയാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത്. നല്ല ഒരു 1.5 കിലോ മത്തി മേടിച്ച് വെട്ടി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു മാങ്ങ ആയിട്ട് ഒരു അടിപൊളി മീൻ കറി വെക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് കണ്ട നല്ല പച്ച നല്ല ഫ്രഷ് മാങ്ങ, നല്ലൊരു വലിയൊരു മാങ്ങ ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്ന് ആ മാങ്ങ ചേച്ചി തൊണ്ട് എത്തി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ, മുളകും തേങ്ങയും കൂടി അരച്ച് അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, ഒരു രണ്ട് കഷ്ണം ഇഞ്ചി, നാടൻ കറിവേപ്പില, പച്ചമുളക്, ഉള്ളി, ഉപ്പ്, വെളിച്ചെണ്ണ, ഉലുവ. എത്ര സാധനമാണ് നമുക്കിത് ആവശ്യമായിട്ടുള്ളത്, ഉലുവ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ചേച്ചി ആദ്യം തന്നെ ചട്ടിയിൽ ആദ്യം എണ്ണ ഒഴിക്കുകയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേച്ചി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയൊരു ഇടികല്ലുണ്ട്, ഇഞ്ചി ചതച്ചെടുക്കാൻ പോണേ. കൊച്ചുള്ളി ഒരു 5-8 കഷ്ണം കൊച്ചുള്ളിയുണ്ട്. അത് നല്ലോണം നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പം നമ്മൾ മൺചട്ടി അടപ്പിൽ വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകട്ടെ. നമ്മുടെ ഉള്ളി നല്ലോണം ചതച്ച് നമുക്ക് ഉലുവ ചേച്ചി ഒരു 3-4 ഉലുവ എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ഉലുവ എടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഉലുവ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉലുവ നല്ലോണം പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ശേഷം ഇടിച്ച കറച്ച് വെച്ചേക്കണം ഉള്ളി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി ഉള്ളി, ഇഞ്ചി, പച്ചമുളകും ഒക്കെ നല്ലോണം എണ്ണയിൽ കിടന്ന് വാടി അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി നല്ലോണം ഒരു ബ്രൗൺ കളറായിട്ട് എടുക്കണം. അപ്പോൾ അവിടെ ചുവന്നുള്ളിയൊക്കെ നല്ലോണം ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്ത് അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അല്പം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നല്ലോണം വഴറ്റിയതിന് ശേഷം നമുക്കിനി ഈ അരപ്പ്, തേങ്ങയും മുളകും കൂടി അരച്ച് വെച്ചേക്കുന്ന അരപ്പ് നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കാം. നമ്മുടെ വീട്ടിൽ തകൃതമായിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കല്യാണം പന്തലുകാർ വന്നിട്ടുണ്ട്. മുറ്റത്തല്ല പന്തലിട്ടോണ്ടിരിക്കണേണ്. ആ തിരക്ക് പിടിച്ചാണ് ചേച്ചി അവർക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചേച്ചി ഇന്ന് മത്തി മാങ്ങായിട്ട് വെച്ചതും അച്ചിങ്ങ മെഴുക്ക് വരട്ടി, മോര് കൂട്ടാൻ, പപ്പട, അച്ചാർ, ഇത്രയും കറികൾ കൂട്ടി അവർക്ക് നല്ലൊരു ഊണ് കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയാണ് ചേച്ചി. അപ്പം കറി വെക്കാൻ പോയപ്പോൾ ഒരു മത്തിക്കൂട്ടാൻ നമ്മൾ ഇരിക്കുന്ന മുമ്പ് മത്തിക്കൂട്ടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഒരു വീഡിയോ ഇട്ടേക്കാം എന്ന് കരുതി ചേച്ചി ഒരു വീഡിയോ ഇടണേ. അപ്പൊ നമ്മുടെ മീൻകറി ഇവിടെ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തായിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനൊരു 2 സ്പൂൺ ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് 3 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് 2ആയിട്ട് പൊളന്നിടാം. ഇനി നമുക്ക് മാങ്ങ, നല്ല പുളിയുള്ള നല്ല മാങ്ങയാണ്. നമുക്ക് ഈ പുളി ഇട്ട് കൊടുക്കാം. കണ്ടോ, നല്ല പച്ച മാങ്ങ.
മാങ്ങ ഇട്ട് തിളച്ചതിന് ശേഷം നമുക്ക് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം മത്തിക്കുട്ടന്മാരെ ഇട്ട് കൊടുക്കാം. നല്ല നെയ്യുള്ള നല്ല മത്തിയാണ്, നല്ല പച്ച മത്തി. അപ്പം നമ്മൾ മാങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഈ മത്തിക്കുട്ടന്മാരെ ഇട്ട് കൊടുക്കാം. എല്ലാം മത്തി ഇട്ട് നമുക്കിനി കറി ഒന്ന് ചിറ്റിച്ചു കൊടുക്കാം. കറി നമ്മൾ ഇളക്കരുത്, മീൻ ഇട്ട് കഴിഞ്ഞാൽ ഇളക്കരുത്. നമുക്ക് ഒന്ന് നല്ലോണം ഒന്ന് ചുറ്റിച്ചിട്ട് ഒന്നുകൂടി കത്തിക്കാം. നല്ലോണം ഒന്ന് തിളക്കട്ടെ. അപ്പുറത്ത് അച്ചിങ്ങായും പച്ചക്കയും കൂടി മെഴുക്ക് പുരട്ടിക്കൊണ്ടിരിക്കണേണ്. അപ്പുറത്ത് മോര് കൂട്ടാൻ വെച്ചിട്ടുണ്ട്, മോരിന് കടുക് വറുക്കാൻ വെച്ചിട്ടുണ്ട്. മോര് കറി ഇവിടെ ഞാൻ കുമ്പളങ്ങയും പിന്നെ പച്ചമുളകും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് അരപ്പിട്ട് മോര് ഒഴിച്ച് ചൂടാക്കി വെച്ചേക്കാണ്. അപ്പോൾ നമുക്കിനി ആ ഉലുവയും കടുകും വറ്റൽമുളകും കൂടി മൂപ്പിച്ചിനകത്തോട്ട് ഒഴിക്കാം. നമ്മുടെ മീൻ കൂട്ടാൻ നല്ലോണം പറ്റിയിട്ടിട്ട് നമുക്ക് പുറമെ ഒരു ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് കറിവേപ്പില 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ മീൻ കൂട്ടാൻ ഇവിടെ റെഡിയായി. വരട്ടി അത് നല്ലോണം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പന്തലുകാർക്ക് ഭക്ഷണം കൊടുക്കാം. ഊണ് സമയമായി, നമുക്ക് അവർക്ക് ചോറ് കൊടുക്കാം.